Hi friends, welcome to Pebbles. ഇന്ന് നമ്മൾ ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു പരീക്ഷണമാണ്. ജലത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ദ്രാവകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഈ പരീക്ഷണത്തിന് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ 3 ഗ്ലാസ്, കുറച്ച് പാൽ, കുറച്ച് എണ്ണ, കുറച്ച് മഷി. ഇവിടെ ചുവന്ന മഷിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പരീക്ഷണം തുടങ്ങാം. എല്ലാ ഗ്ലാസ്സിലും പകുതി വെള്ളം ഒഴിക്കുക. നമുക്ക് ഈ ഗ്ലാസുകൾക്ക് പേര് നൽകിയാലോ? എ, ബി, സി എന്നിങ്ങനെ 3 പേരുകൾ നമുക്ക് നൽകാം. ഗ്ലാസ് എയിൽ ഞാൻ കുറച്ച് പാൽ ചേർക്കുകയാണ്. ഗ്ലാസ് ബിയിൽ എണ്ണയാണ് ചേർക്കുന്നത്. ഗ്ലാസ് സിയിൽ നമ്മൾ ചേർക്കുന്നത് മഷിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കിതൊന്ന് നിരീക്ഷിക്കാം. ഗ്ലാസ് എയിൽ പാൽ ജലവുമായി ചേർന്നിരിക്കുന്നു. നമുക്ക് രണ്ടിനെയും വേറെ വേറെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പാൽ ജലത്തിൽ ലയിക്കുന്ന ദ്രാവകമാണ്. അടുത്തത് ഗ്ലാസ് ബി. ഗ്ലാസ് ബിയിൽ നമ്മൾ എണ്ണയായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബിയിൽ നോക്കുന്ന സമയത്ത് എണ്ണ മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എണ്ണ വെള്ളത്തിൽ ലയിക്കാത്ത ദ്രാവകമാണ്. അടുത്തത് ഗ്ലാസ് സി. ഇതിൽ നമ്മൾ എന്തായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചുവന്ന മഷിയായിരുന്നു. നിങ്ങൾക്ക് മഷിയും വെള്ളവും വേറെ വേറെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, വെള്ളത്തിൽ മഷി ലയിച്ചു ചേർന്നിരിക്കുകയാണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മഷി വെള്ളത്തിൽ ലയിക്കുന്ന ദ്രാവകമാണ്. ഈ പരീക്ഷണം കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് ജലത്തിൽ ലയിക്കുന്ന ദ്രാവകങ്ങളും ലയിക്കാത്ത ദ്രാവകങ്ങളും ഉണ്ട്. ഓക്കെ.